ഒഴിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ് ഓണസദ്യ വിളമ്പ് പൈമ്പാളി പഞ്ചാര ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഉരുളൻകിഴങ്ങും മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഉരുളൻകിഴങ്ങും മുട്ടയും കൂടി ആകുമ്പോൾ നമുക്കറിയാലോ ഇത് രണ്ടും കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. പിന്നെ അമ്മമാർക്കൊക്കെ ആയിരുന്നാലും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഉരുളൻകിഴങ്ങും മുട്ടയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പലരും ഫീഡ്ബാക്ക് പറയാറുള്ളത് വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ കഴിയുന്നതും ഞാൻ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ, കാരണം ഉരുളൻകിഴങ്ങ് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വലിയ ഉരുളൻകിഴങ്ങാണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട ഒരു ഏകദേശം 2 മുട്ട വേണ്ടി വരും. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് ക്രഷ് ചെയ്തത്. ഈ ഉണക്കമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ചീസ് ഉണ്ടല്ലോ, ചീസ് ഷെഡ് ചെയ്തെടുത്തേക്കുന്ന ചീസ് ഉണ്ടല്ലോ, ആ ചീസും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷേ ചീസ് ചേർക്കാണ്ട് ഇതുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കുക. ഉരുളൻകിഴങ്ങ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ അധികം ചൂടാറുന്നതിന് മുമ്പ് ഉരുളൻകിഴങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഉരുളൻകിഴങ്ങ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കില്ല. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഉരുളൻകിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ചൂടാറി കഴിഞ്ഞാലും ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ടൊക്കെ കളയാനായിരുന്നാലും കുറച്ച് പാടായിരിക്കും. ചെറിയ ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കളയാനും പറ്റും. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഇതൊന്ന് ഉടച്ചെടുക്കുക. കണ്ട ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹാർഡാവും. നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങനെ ഒരു സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കാറ്. ഇപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാറിക്കോളും. ഇനി അതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിതിലേക്ക് 2 മുട്ടയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ചെറിയ ഉരുളൻകിഴങ്ങാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മുട്ട വേണ്ടി വരില്ല കേട്ടോ. ഇതിലേക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കണില്ല. നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം, കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഇനി മല്ലിയില ചേർക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. അതിനൊന്നും കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവോള ചേർക്കാം. സവോള കുറച്ച് കൂടുതൽ ചേർക്കാം. തക്കാളി ചേർക്കാം. ഈ തക്കാളി ചിലർക്ക് ചിലപ്പോൾ പുളിരസം ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തക്കാളി കൂടിയും ചേർക്കുമ്പോൾ ഈ ഉരുളൻകിഴങ്ങിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊരു പുളിരസം പോലെ ഇങ്ങനെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തക്കാളി ഇല്ലാണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, തക്കാളി വെച്ചിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തക്കാളി വെച്ചിട്ടുള്ള ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമായത്. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. അത് നമ്മൾ ചിക്കനിലൊക്കെ ചേർക്കണ ഗരം മസാല, അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിലേക്ക് ചേർക്കണമെന്നിനും കറക്റ്റായിട്ട് അങ്ങനെ ഒരു അളവ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചീസ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇത് നമ്മൾ പാനിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് ഇത് നമ്മൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് തിരിച്ച് മറിച്ചിടുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റേജൊക്കെ ആവുന്ന സമയത്ത് മാത്രം ചീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചീസ് കരിഞ്ഞു പോകുമല്ലോ. പിന്നെ ചീസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചീസ് വെക്കാണ്ട് റെഡിയാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചീസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും ചീസൊന്നും അത്രയ്ക്ക് അധികം ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ചീസ് ഇല്ലാണ്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇത് റെഡിയാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് മുട്ട ചേർത്തിനെങ്കിൽ വരെ വെള്ളം പോലെ ഇരിക്കുമല്ലോ. നമുക്ക് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നമ്മളത് പാനിൽ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ പാനിൽ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കും. അങ്ങനെയാണ് ഇത് നമ്മൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ മുട്ട കൂടുതൽ ചേർക്കണ്ട കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ ഓയിലിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ എടുക്കുക, അല്ലെങ്കിൽ നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ എടുക്കുക, അല്ലെങ്കിൽ ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലൊക്കെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് മുട്ട ഉരുളക്കിഴങ്ങൊക്കെ ആണല്ലോ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ നമ്മുടെ ഈ മിക്സിയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ മിക്സായിട്ട് ഇടുക. ഇത് പാനിൽ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. ഇത് ഈ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നും കൂടി ഒന്ന് കുറച്ച് വെച്ചോ. പാനിൽ ഓയിൽ ഒഴിച്ചാലും ഓയിലൊക്കെ സൈഡിൽ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതൊരു സൈഡ് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങും പിന്നെ ഗരം മസാലയൊക്കെയാണ്ട് മൊരിയുമ്പോൾ നല്ല മണമാണ്. ഇതാണല്ലോ നമ്മൾ ഏറ്റവും ആദ്യം വെച്ചത്. ഇത് മറിച്ചിടുക. അപ്പോൾ രണ്ട് സൈഡും ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ചീസ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക. അത് നമ്മൾ എടുക്കാൻ പോണേലും മുമ്പൊന്ന് ചെയ്താൽ മതി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഗോതമ്പും ഏത്തപ്പഴം കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് എടുക്കാം. പിന്നെ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം.
ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.